അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സത്യത്തിലേക്കുള്ള യാത്ര, ഒരു ചരിത്രത്തിന്റെ രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത്, അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ ആ സത്യാന്വേഷണ യാത്രയുടെ അന്ത്യത്തിൽ അവസാനം മദീനയിലെത്തുകയാണ്. മദീനയിൽ ഒരു ജൂതന്റെ, ബനൂ ഖുറൈളക്കാരനായിട്ടുള്ള ഒരു ജൂതന്റെ വീട്ടിൽ അദ്ദേഹം അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനയിൽ എത്തിയ ഉടനെ എനിക്ക് മനസ്സിലായി എന്റെ അവസാനത്തെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള ആ ഭൂമി ഇത് തന്നെയാണ്. ആ യജമാന്റെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്തെല്ലാം ലഭിച്ച് അവിടെ ദഅവത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ മദീനയിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരണിയിൽ അദ്ദേഹം തുടരുകയാണ്. ഒരിക്കലും ഞാനൊരു ഈത്തപ്പനയുടെ മുകളിൽ ഞാൻ പഴം പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ യജമാനൻ താഴെ നിൽക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ യജമാനന്റെ ഒരു ബന്ധു അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. ഈ ബന്ധു തേടിയെത്തി അവര് രണ്ടാളുകളും ആ താഴെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് മുകളിൽ നിന്ന് കേൾക്കാം. ഈ വന്ന ബന്ധു യജമാനോട് പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് അടിമയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവര് അവഗണിക്കാൻ ഈ വന്ന ബന്ധു അദ്ദേഹത്തോട് പറയാണ്, യജമാനോട് പറയാണ്, ലഅനല്ലാഹു അബ്നാഅ ഖുതൈല, ഖുതൈലയുടെ സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ. ആരാണ് ഖുതൈല? ഖുതൈലയുടെ സന്താനം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത് മദീനയിൽ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രത്തെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, യമനിൽ നിന്നും പലായനം ചെയ്തെത്തിയ ആളുകളാണ് ഔസ് ഖസ്റജ് ഗോത്രം. അവരുടെ മാതാവായിട്ട് അവർ ഗണിക്കുന്ന സ്ത്രീയാണ് ഖുതൈല. അപ്പൊ അവര് പറയാണ്, ഈ വന്ന ബന്ധു അദ്ദേഹത്തിന്റെ യജമാനോട് പറയാണ്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ. അപ്പൊ യജമാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ വ്യക്തി പറഞ്ഞു കൊടുക്കാണ്, മക്കയിൽ നിന്നും നബിയാണെന്ന് പറഞ്ഞിട്ട്, പ്രവാചകനാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരു ഖുബയിൽ എത്തിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നത് ഈ ഔസും ഖസ്റജും ഗോത്രക്കാരാണ്. ആളുകളെല്ലാം അയാളെ കാണാൻ വേണ്ടി, അതായത് വന്നിട്ടുള്ള ആ വ്യക്തിയെ കാണാൻ വേണ്ടി ആളുകളെല്ലാം പോകുന്നുണ്ട്. അതാണ് ഈ ബന്ധു യജമാനോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ ഈത്തപ്പന മുകളിൽ ഇരിക്കുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ സംഭാഷണം കേൾക്കുകയാണ്. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, അത് കേട്ട സന്ദർഭത്തിൽ വല്ലാത്ത ആകാംക്ഷ കാരണം എനിക്ക് കയ്യും കാലും വറക്കാൻ തുടങ്ങി. ആ എത്രയോ കാലത്തിന്റെ കാത്തിരിപ്പിന്റെ വിരാമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് വർഷങ്ങളോളമായിട്ട് ആ ഒരു അവസരത്തിന് വേണ്ടി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കാത്തിരിക്കാൻ, ഒരു വേള ആ വൃക്ഷത്തിൽ നിന്ന് ഞാൻ വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്രയേറെ അടങ്ങാത്ത ആവേശമായി അദ്ദേഹത്തിന്. അപ്പൊ എങ്ങനെയൊക്കെ അദ്ദേഹം കയ്യും കാലും വറക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങിയിട്ട് ആ പരിസരമൊക്കെ മറന്ന് നേരെ ഓടിപ്പോയിട്ട് ആ വന്ന ബന്ധുവിനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ് വിവരം? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ വിവരം? ഒന്ന് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ പറയോ? അപ്പൊ സൽമാൻ ഫാരിസി ചിന്തിക്കേണ്ട ഒരു കാര്യം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു അടിമയാണ്. ഒരു അടിമക്ക് ഇതേ രൂപത്തിലൊന്നും പോയി പെരുമാറാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം അടിമയായിരുന്നില്ല. സ്വതന്ത്രനായിട്ട് ഒരു സമ്പന്നനായിട്ടുള്ള പിതാവിന് ജനിച്ചിട്ടുള്ള മകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിമയാണെന്നുള്ള കാര്യമെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ ആ തനത് സ്വരൂപം പുറത്തു വരാൻ. അപ്പൊ അദ്ദേഹം അതേ രൂപത്തിൽ ചോദിക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും യജമാൻ ഒരിക്കലും അത് സഹിക്കില്ല. കാരണം അടിമ ഇതേ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും അടിമക്ക് അവർ നൽകിയിട്ടില്ല. അപ്പൊ യജമാൻ അത് ചോദിച്ച സന്ദർഭത്തിൽ യജമാനൻ ഊക്കോടെ ശക്തമായിട്ട് അദ്ദേഹത്തെ അടിക്കാണ്, മുഖത്തടിക്കാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിന്നെ ഏൽപ്പിച്ച പണി നിനക്ക് ചെയ്താൽ പോരെ? അതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ യജമാൻ അദ്ദേഹത്തെ ആട്ടി ഓടിക്കാൻ. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതൊന്നും കാര്യമാക്കില്ല. അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ മനസ്സിൽ മുഴുവൻ അടങ്ങാത്ത ആകാംക്ഷയാണ്. കാരണം താൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം വൈകുന്നേരം ജോലിയെല്ലാം തീർന്ന സന്ദർഭത്തിൽ അന്ന് അദ്ദേഹത്തിന് ഭക്ഷണമായിട്ട് ലഭിച്ച ഈത്തപ്പഴവും ഒരു തുണിയിലാക്കിയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രവാചകനെയും തേടി ഖുബ ലക്ഷ്യമായിട്ട് നടക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോലും എത്തിയിട്ടില്ല. അതായത് മദീനയിലെല്ലാം എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ 2 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഖുബയിൽ 2 ദിവസം തങ്ങിയിട്ടുണ്ട്. ആ ഖുബയിലേക്കാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പോകുന്നത്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. കണ്ട സന്ദർഭത്തിൽ
സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അന്യനാട്ടുകാരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കാരണം ഒരുപാട് യാത്ര ചെയ്ത് വന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഒരു അല്പ ഈത്തപ്പഴുണ്ട്, ഒരല്പ ഈത്തപ്പഴം എന്റെ കയ്യിലുണ്ട്. നിങ്ങളെ മറ്റുള്ള ആളുകളെക്കാൾ നിങ്ങളാണിപ്പോൾ ഇതിന് ആവശ്യക്കാർ. അതുകൊണ്ട് ഈ ഈത്തപ്പഴം ഞാൻ നിങ്ങൾക്ക് സ്വതക്കയായിട്ട് നൽകുകയാണ്, നിങ്ങളത് സ്വീകരിച്ചാലും. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഈത്തപ്പഴം അവർക്ക് മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലഭിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, കുലു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിന്നാൻ വേണ്ടി കൽപ്പിച്ചു. വ അംസക യദഹു ഫലം യഅകുൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ഒന്നും ഭക്ഷിച്ചില്ല. അവരോട് ബിസ്മി എല്ലാം ചൊല്ലി കഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, പക്ഷേ പ്രവാചകൻ അതിൽ നിന്നും ഭക്ഷിച്ചില്ല. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സന്ദർഭത്തിൽ ഫഖുൽതു ഫീ നഫ്സി ഹാദിഹി വാഹിദ. ഞാൻ സ്വയം പറഞ്ഞു, ഇത് ഒന്നാമത്തെ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഞാൻ പറഞ്ഞു, അവസാനത്തെ അന്തിമനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന് പ്രവാചകൻ സത്യസന്ധനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള 3 തെളിവുകൾ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ തെളിവായിട്ട് പറഞ്ഞത് സ്വതക്ക ഒരിക്കലും അദ്ദേഹം ഭക്ഷിക്കില്ല എന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം, അഹ്ലു ബൈത്തിന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സ്വതക്ക മാത്രമല്ല, സക്കാത്തൊന്നും പാടില്ല. അത് ഇസ്ലാമിക നിയമമാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ പറഞ്ഞു, ലാ തഹില്ലു ലനാ സ്വദഖത വലാ ലി അഹ്ലിൽ ബൈത്ത്. എനിക്കും അതേപോലെ തന്നെ അഹ്ലു ബൈത്തിനും സ്വതക്ക പാടില്ല എന്നുള്ള, സ്വതക്ക പ്രവാചക കുടുംബത്തിന് നിഷിദ്ധാണ്. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആ ഒന്നാമത്തെ തെളിവ് അത് വിജയകരമായിട്ട് പരിശോധിച്ച സന്തോഷത്തിൽ അദ്ദേഹം തിരിച്ചു പോവാൻ. പിന്നീട് അടുത്ത ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ് 2 ആഴ്ചകൾക്ക് ശേഷം. ആ 2 ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്നും മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. മദീനയിലെത്തി നമുക്കറിയാം, മദീനയിൽ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ സീറ പറയുന്ന സന്ദർഭത്തിൽ അതെല്ലാം വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു രണ്ടാമതായിട്ട് 2 ആഴ്ചകൾക്ക് ശേഷം ഒരല്പം ഇതേ രൂപത്തിൽ ഈത്തപ്പഴവുമായിട്ട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയാണ്. എന്നിട്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ താങ്കൾക്ക് ഹദിയയായിട്ട് നൽകുകയാണ്. അതായത് ഇത് എന്റെ ഒരു ഉപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. സ്വതക്കയല്ല, പ്രത്യേകം മനസ്സിലാക്കണം. ഹദിയയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത് നൽകിയത്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോടൊപ്പം അത് കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ സന്ദർഭത്തിൽ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഹാദിഹി സാനി, ഇത് രണ്ടാമത്തേതാണ്. അതായത് രണ്ടാമതായിട്ട് ഗുരുനാഥൻ പറഞ്ഞ തെളിവ് അദ്ദേഹം ഹദിയ ഭക്ഷിക്കുമെന്നുള്ളതാണ്. സദഖ ഭക്ഷിക്കില്ല, ഹദിയ ഭക്ഷിക്കും. ആ രണ്ടാമത്തെ തെളിവും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് അവശേഷിക്കുന്ന ഒരേ ഒരു തെളിവ് ഖാതമുൻ നുബുവാണ്. അതായത് മൂന്നാമതായിട്ട് ആ ഗുരുനാഥൻ പറഞ്ഞത് 2 ഷോൾഡറിനിടയിൽ കാണുന്ന ആ പ്രവാചകത്വ മുദ്രയാണ്. അതെങ്ങനെ പരിശോധിക്കുമെന്ന് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തുടരുകയാണ്. അങ്ങനെ ഒരു അല്പകാലത്തിന് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കൊപ്പം ഒരു ജനാസയുമായിട്ട്, അതായത് ഒരു ജനാസ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ബഖീഅൽ ഖർഖദിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരിക്കുന്നത് ഇഹ്റാമിന്റെ വസ്ത്രമായിരുന്നു. ഇഹ്റാമിന്റെ വസ്ത്രം പ്രത്യേകം മനസ്സിലാക്കുക. ഇഹ്റാമിന്റെ വസ്ത്രം ഇഹ്റാമിലായതുകൊണ്ടൊന്നല്ല ധരിക്കുന്നത്. നമുക്കറിയാം, ആ ഇഹ്റാമിന്റെ വസ്ത്രം എന്നുള്ളത് ഇത് പാവങ്ങളുടെ, ഫുഖറാക്കളുടെ വസ്ത്രമാണ്. അത് ഇന്നും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത്, അത് എക്കാലഘട്ടത്തും പാവപ്പെട്ട ആളുകൾ, ഫുഖറാക്കളായിട്ടുള്ള ആളുകൾ ഏറ്റവും ലളിതമായിട്ട് തെരഞ്ഞെടുക്കുന്ന വസ്ത്രമാണ്. മുകളിലും താഴെയും ഒരു തുണി, വളരെ നിസ്സാരമായിട്ട്, അതായത് ഏറ്റവും ലളിതമായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള പാവങ്ങൾ തെരഞ്ഞെടുക്കുന്ന വസ്ത്രമാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവെല്ലാം സമാനായിട്ട്, അതായത് പാവങ്ങളുടെ പ്രതീകം എന്നുള്ളൊരു വസ്ത്രമാണ് ഇത് രണ്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹജ്ജും ഉംറക്കും മാത്രമാണ് ധരിക്കാറുള്ളത്. പക്ഷേ അക്കാലഘട്ടത്തിലുള്ള പല ആളുകളും അവരുടെ നിത്യവസ്ത്രമായിട്ട് അത് തെരഞ്ഞെടുത്തിരുന്നു എന്നുള്ള ഈ 2 തുണികൾ, അതായത് ഇപ്പൊ മുകളിലെടുക്കുന്ന തുണി അത് റിദാ എന്നും, താഴെ വരുന്ന നമ്മുടെ അരക്കീപ്പെട്ട് നമ്മൾ എടുക്കുന്ന തുണി അത് ഇസാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് കണ്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല അവസരം. അതായത്
ആ തോളിലിട്ട മുകൾ ഭാഗത്തിട്ട ആ തുണിയെങ്ങാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനാസ സംസ്കരണ പ്രക്രിയയിലാകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അല്പം നീങ്ങിയാൽ ആ പുറകിലുള്ള മൂന്നാമത്തെ തെളിവ്, അതായത് ഖാത്തമുൻ നുബുവ എനിക്ക് കാണാൻ സാധിക്കും. അത് കാണാൻ വേണ്ടി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പ്രവാചകന്റെ പിറകിൽ ഇങ്ങനെ ഏത് സമയത്ത് ഞാൻ നടക്കാൻ തുടങ്ങി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായി. ഞാൻ പിറകിലുണ്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ആ ഷോൾഡറിലുള്ള തുണി അങ്ങോട്ട് താഴ്ത്തി കൊടുത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടനെ തന്നെ മനസ്സിലായി എന്തിനാണ് പിറകിൽ നടക്കുന്നതെന്ന്. മറ്റൊരു ഹദീസ് സാന്ദർഭികമായിട്ട് ചേർത്ത് വായിക്കുക. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നീല അറാക്കും വറാ അൽഹുരി, എനിക്ക് എന്റെ പിറകിലുള്ളത് കാണാൻ സാധിക്കും എന്നുള്ള. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിലുള്ളത്, നമ്മുടെ മുന്നിലുള്ളത് കാണുന്നത് പോലെ തന്നെ പ്രവാചകന് പിറകിലുള്ളത് കാണാൻ സാധിക്കും എന്നുള്ള സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കടന്നു വരുന്ന മുത്തഫഖുൻ അലൈഹിയുള്ള ഹദീസാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് നൽകപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറകിലുള്ളത്, അതായത് പെട്ടെന്നൊന്നും പ്രവാചകനെ പിറകിലൂടെ വന്ന ഒരാൾക്ക് കീഴടക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പിറകില് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ തന്റെ റിദാ, അതായത് ആ മേൽവസ്ത്രം അതൊരൽപ്പം താഴ്ത്തി കൊടുത്തു. ആ സന്ദർഭത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ മൂന്നാമത്തെ തെളിവായിട്ടുള്ള ആ പ്രവാചകത്വ മുദ്ര കണ്ടു. സുബ്ഹാനല്ലാഹ്. അത് കണ്ട ഉടനെ തന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കെട്ടിപ്പിടിക്കാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ചുംബിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് എത്ര വർഷമായിട്ടുള്ള ആ അന്വേഷണത്തിന്റെ അന്ത്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഏകദേശം 10-17 വയസ്സിൽ തുടങ്ങിയിട്ടുള്ള ആ യാത്രയുടെ വിരാമാണ് അവിടെ. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തീർച്ചയായിട്ടും 50-ലധികം വയസ്സ് പിന്നിട്ടിരിക്കണം. അതായത് 30-40ഓളം വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം തേടി നടക്കുകയാണ്. അപ്പൊ അത്രത്തോളം അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വികാരങ്ങളൊന്നും ഇവിടെ നമ്മുടെ വാക്കുകളിൽ ഒരിക്കലും നമുക്ക് വിവരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ലേഖനങ്ങളിലൊന്നും അത് കുറിക്കാൻ പറ്റില്ല. കാരണം അതിനെല്ലാം അതീതമായിട്ടൊരു സന്ദർഭമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരിക്കലും നമുക്ക് ആ ഒരു സന്ദർഭം നമ്മുടെ വാക്കുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേനയിലേക്ക് ഒപ്പിയെടുക്കാൻ സാധ്യമല്ല. അത്രയും ആ ഒരു സന്ദർഭത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് കരയാൻ. ഉടൻ തന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 30 വർഷത്തോളം എത്രത്തോളം പ്രതിസന്ധികളാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിന് വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരാളുടെ അടിമയായിട്ട് വരെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ പോലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം സഹിച്ചത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ട് ഇവിടെ പോസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുക, അതായത് ഇത്രത്തോളം സുദീർഘമായിട്ടൊരു ജീവിതയാത്ര മുഴുവൻ ഈ ഒരു സത്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നടത്തിയത്. എത്ര ത്യാഗങ്ങളാണ് ആ യാത്രക്കിടെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് കണ്ടെത്തിയിട്ടുള്ള മതാണ് നമുക്കെല്ലാം ജനിക്കുന്ന സന്ദർഭത്തിലും ഫ്രീ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഫ്രീ ആയിട്ട് തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന്റെ വില പല സന്ദർഭത്തിലും നമുക്ക് അറിയാതെ പോവുകയാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, ഫ്രീ ലഭിച്ചതിന് നമ്മൾ വില കൽപ്പിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദിയുള്ള നമ്മൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകളെങ്കിലും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം അറിയാത്ത ആളുകളിലേക്ക് അത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ള ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. ഇസ്ലാമിൽ ജനിക്കാനുള്ള ആ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഐറണി എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സ്വന്തം ഭാഷ സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാവുന്ന സ്വന്തം അനുയായികൾ, ആ അനുയായികളിൽപ്പെട്ട പല ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിക്കാതെ അവർ നഷ്ടക്കാരായി തീരുകയാണ്. അതേ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാത്ത ഒരു അന്യനാട്ടുകാരൻ, പ്രവാചകന്റെ ഭാഷ പോലും അറിയാത്ത ഒരാള് എത്രയോ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്ന് സത്യം സ്വീകരിക്കുന്ന ഒരു ഐറണിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മക്കാ മുശ്രിക്കുകൾ അവരെത്രയോ കാലം പ്രവാചകൻ അവർക്കറിയാം. 40 വർഷം അൽ അമീനായിട്ട് അവർ കണ്ട ആ വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും
ആ സത്യം സ്വീകരിക്കാനുള്ള മനസ്സവർക്ക് ഉണ്ടായില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ പ്രവാചകനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്ന് സത്യം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറകിൽ നടന്നിങ്ങനെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ പിറകിൽ നടക്കണമെങ്കിൽ അതിന് ന്യായമായിട്ടൊരു കാരണം ഉണ്ടാകും. അയാൾ ഉദ്ദേശിക്കുന്നത് ആ പ്രവാചകത്വ മുദ്രയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ആ പ്രവാചകത്വ മുദ്ര പരിശോധിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു വിഭാഗം അഹ്ലി കിതാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ, അതായത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ കെട്ടിപ്പിടിച്ച് കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിന്റെ കഥ, അതായത് നീ എങ്ങനെയാണ് നിന്റെ ജീവിതാനുഭവം എന്ന് എന്നോട് പറയൂ. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ ജീവിത കഥ സമ്പൂർണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഉദ്ധരിക്കുകയാണ്. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ ഫഅഅജബ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു എന്നുള്ള. കാരണം അത്രയും ഞാൻ പറഞ്ഞ അതിസാഹസികമായിട്ടുള്ള ഒരു യാത്രയുടെ അന്ത്യമാണ് അവിടെ സംഭവിക്കുന്നത്. ആ മുഴുനീള കഥ കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം അമ്പരന്നു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ മുഴുവൻ വിളിച്ചിട്ട് ആ ഒരു സമ്പൂർണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, ഇന്നും ഇക്കാലഘട്ടത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച കഥ കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാവാണ്. അത് ഇന്നും ഇക്കാലഘട്ടത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ നിരവധി ആളുകൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് എത്തിയ കഥ ഒന്ന് പറയോ. കാരണം അത് അവർ ഷെയർ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് കേൾക്കുന്ന നമുക്ക് കൂടെ ഒന്ന് നമ്മുടെ ഈമാൻ ഒന്ന് ഉയരാൻ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വല്ലാത്ത ആവേശമാണ്. ആ ഒരു ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചിട്ട് അവരിലേക്ക് ആ കഥ പങ്കുവെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മാത്രം ഇതേ രൂപത്തിൽ അത്യാകർഷകം അതിസാഹസികമായിട്ട് ഇസ്ലാമിലെത്തിയ പല കഥകൾ കേട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ സ്വഹാബികൾക്കിലേക്ക് അത് പങ്കുവെക്കാൻ അവരോട് ഇപ്പൊ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കഥയും സമാനാണ്. ഇത് അതിസാഹസികമായിട്ട് അദ്ദേഹം കടലിലകപ്പെട്ട് ഒരു ദ്വീപിലെല്ലാം എത്തുന്ന ആ കഥ കേട്ട സന്ദർഭത്തിലും സമാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചും അത് സ്വഹാബികളിലേക്ക് പകർന്നു നൽകാനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമായി സന്തോഷത്തോടുകൂടി അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ ആ സന്ദർഭത്തിലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മറ്റൊരാളുടെ അടിമയാണ്, സ്വതന്ത്രനല്ല. പ്രത്യേകം മനസ്സിലാക്കണം, പകല് മുഴുവൻ ജോലി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, മറ്റൊരാളുടെ അടിമയായിട്ട് ഞാൻ ജീവിച്ചത് കാരണം ആദ്യത്തിലുള്ള ഇസ്ലാമിക, അതായത് ബദറിലും മുഹദിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം തോന്നിയ രൂപത്തിൽ ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അദ്ദേഹത്തിന് വലിയൊരു വിഷമായിട്ട് അദ്ദേഹം പറയാണ്, ബദറിലും മുഹദിലൊന്നും എനിക്ക് സാധിച്ചില്ല. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സന്ദർശിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാത്തിബ് യാ സൽമാൻ, ഓ സൽമാൻ, നിങ്ങളുടെ മോചന കരാർ എഴുതുക. എന്താണ് കാത്തിബ് എന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കുക. അതായത് അക്കാലഘട്ടത്ത് അറേബ്യൻ ദേശത്ത് നിലനിന്നിരുന്ന അടിമത്വം, പണ്ട് കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലെല്ലാം നിലനിന്നിരുന്ന വളരെ ക്രൂരമായിട്ട് രൂപത്തിലുള്ള അടിമത്വം ആയിരുന്നില്ല അറേബ്യൻ ദേശത്തുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഡൈല്യൂട്ടഡ് വെർഷൻ ആയിരുന്നു അറേബ്യൻ ദേശത്തുണ്ടായിരുന്ന അടിമത്വം. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം, ശരിയാണെന്നല്ല, മറിച്ച് നിരവധി സ്വാതന്ത്ര്യം അവർ അടിമകൾക്ക് വകവെച്ചു കൊടുത്തിരുന്നു. യൂറോപ്പിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അതിക്രൂരമായിട്ടുള്ള അടിമത്വം ആയിരുന്നില്ല അറേബ്യയിൽ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം എന്ന് വെച്ചപ്പോൾ നേരത്തെ നമ്മൾ ഒരല്പം മുമ്പ് നിങ്ങൾ കണ്ടു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വയം ഭക്ഷണമെല്ലാം അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ സ്വതന്ത്രമായിട്ട് ചില സമയത്തെല്ലാം യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാം അവർ അടിമകൾക്ക് നൽകിയിരുന്നു. അത് മാത്രമല്ല, പ്രധാനമായിട്ടും അടിമകൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നിയാൽ യജമാന്റെ അടുത്ത് പോയിട്ട് അവർക്ക് ആ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ യജമാൻ ഒരു തുക നിശ്ചയിക്കും. ആ തുക കൃത്യമായിട്ട് അടിമ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവന് സ്വതന്ത്രനാണ്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്ത്, അത് ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പേ അങ്ങനെയാണ്. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ ഏതെങ്കിലും ഒരു അടിമ വന്ന് യജമാനോട് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആ ആവശ്യം അത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം യജമാനുണ്ട്. ചില സമയത്ത് യജമാൻ അവരോട് ഇല്ല, നിനക്ക് സ്വാതന്ത്ര്യം തരില്ല എന്ന് പറയാനുള്ള ചില സന്ദർഭത്തിൽ ആ രൂപത്തിൽ പറയാറുണ്ടായിരുന്നു. അതേ രൂപത്തിൽ തന്നെ
ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അടിമ ഇതേ രൂപത്തിൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അസാധ്യമായിട്ടുള്ള ഒരു തുക അവർ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാം വന്ന സന്ദർഭത്തിൽ ഇസ്ലാം നമുക്കറിയാം അടിമത്തത്തെ ഏത് രൂപത്തിലാണ് ഇസ്ലാം തുടച്ചു നീക്കാൻ ഏത് രൂപത്തിലാണ് ശ്രമിച്ചത് നമുക്കറിയാവുന്ന. അടിമത്തം മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പോവാൻ. ഇപ്പൊ ഇസ്ലാം വന്ന സന്ദർഭത്തിൽ ഇസ്ലാം അവരോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു അടിമ നിങ്ങളോട് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അത് നിങ്ങൾ നിഷേധിക്കരുത്. നോ പറയാൻ പാടില്ല. നിങ്ങൾ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിന്റെ 33-ാമത്തെ വചനത്തിൽ ഫകാതിബുഹും ഇൻ അലിംതും ഫീഹിം ഖൈറ, മോചന കരാർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അത് നൽകുക. അടിമ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത്, അത് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് കൽപ്പിക്കപ്പെട്ടത്. അതായത് അതേപോലെ തന്നെ നമുക്കറിയാം അവരോട് മോചന ദ്രവ്യമൊന്നും വാങ്ങാതെ അവരെ ഫ്രീ ആയിട്ട് മോചിപ്പിക്കുന്നതിന് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള. അപ്പൊ നിരവധി തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തായിട്ട് ഇസ്ലാം നിർദ്ദേശിച്ചത് അടിമത്ത മോചനാണ്. അപ്പൊ അടിമ ഇതേ രൂപത്തിൽ നിങ്ങളോട് സ്വാതന്ത്ര്യം അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവർക്കൊരു വില നിശ്ചയിക്കുക. ആ വില ന്യായമായിട്ടുള്ള അവന് താങ്ങാൻ കഴിയുന്ന ഒരു വില മാത്രമേ നിങ്ങൾ അവനോട് പറയാവൂ. അതല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരായിട്ട് ഒന്നും വാങ്ങാതെ അവരെ വിട്ടേക്കുക. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അപ്പൊ ഈ രൂപത്തിൽ അടിമയുടെ ആവശ്യപ്രകാരം അവന്റെ സ്വയം മോചനത്തിന് വേണ്ടി അവന്റെ തന്നെ വില യജമാനന് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ യജമാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കുന്നതിനെയാണ് ഇസ്ലാമിക ഭാഷയിൽ കിതാബത്ത് എന്ന് പറയുന്നത്. അതേ രൂപത്തിൽ കരാറിൽ ഏർപ്പെട്ട അടിമകളെ മുക്കാത്തിബ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കരാർ എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യ യജമാനൻ അദ്ദേഹം ഏൽപ്പിക്കണം. ആ പറഞ്ഞ കാലം കൊണ്ട് അടച്ചു തീർക്കണം. മറ്റൊരു കാര്യം, ന്യായമായി ആ സമ്പാദിക്കാൻ, അതായത് എഴുതിയ കരാറിലുള്ള ആ സംഖ്യ സമ്പാദിക്കാനുള്ള ന്യായമായിട്ടൊരു സമയം യജമാൻ അടിമകൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പൊ അത്രയും കാലം, അതായത് ഒരു വർഷം കൊണ്ട് ഞാൻ 10,000 രൂപ തരും എന്നൊരു കരാർ എഴുതി കഴിഞ്ഞാൽ ആ ഒരു വർഷ സമയം അദ്ദേഹം അനുവദിക്കണം. ആ ഒരു വർഷം കൊണ്ട് ആ 10,000 രൂപ സമ്പാദിച്ച അടിമ യജമാന് നൽകുന്നതോടുകൂടി അവന് പൂർണ്ണമായിട്ട് സ്വതന്ത്രനാവുകയാണ്. അപ്പൊ അതേ രൂപത്തിൽ സ്വയം വില നിശ്ചയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അതാണ് കാത്തിബിയ സൽമാൻ. ആ പദത്തിന്റെ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അതേ രൂപത്തിൽ തന്റെ യജമാനെ സമീപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ. അപ്പൊ യജമാന മുസ്ലിം ഒന്നല്ല. അപ്പൊ അയാൾക്ക് നമുക്കറിയാം അദ്ദേഹം മുസ്ലിം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അസാധ്യമായിട്ടൊരു വില സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് യജമാനൻ പറയാണ്. അതായത് നിനക്ക് സ്വതന്ത്രനാവണമെങ്കിൽ വലിയൊരു തുക അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ 300 നഖൽ, 300 ഈത്തപ്പന മരം, അതായത് പാകമായിട്ടുള്ള 300 ഈത്തപ്പന മരം, അതോടൊപ്പം തന്നെ 40 ഊക്കിയ, 40 ഊക്കിയ സ്വർണം, അത് അല്ലെങ്കിൽ വെള്ളി. അതാണ് യജമാനൻ മോചന ദ്രവ്യമായിട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. വലിയൊരു തുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ 300 വൃക്ഷങ്ങൾ, അതായത് പാകമായിട്ട് ഈത്തപ്പഴം പറിക്കാൻ പാകമായിട്ടുള്ള 300 വൃക്ഷങ്ങളും 40 ഊക്കിയ സ്വർണവും. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു, ഇതാണ് എന്റെ യജമാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ 300 ഈത്തപ്പന മരങ്ങളെല്ലാം നട്ട് അത് പാകമാകുന്ന സന്ദർഭമാകുമ്പോഴേക്കും വർഷങ്ങൾ പിന്നിടും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സ്വഹാബികളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി അസ്ഹാബി അഈനു അഖാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര മനോഹരാണ്. അതായത് ആ പരസ്പര സഹകരണം, ഒരാൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്ത് മുഴുവൻ, ആ മദീനയിൽ ഉണ്ടായിരുന്ന ആ മുഴുവൻ മുസ്ലിം ഉമ്മത്ത് ഒന്നിക്കുകയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് കാണിച്ചത്. ഇന്നും ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം, മനോഹരമായിട്ടുള്ള ചില സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകത്ത് ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ പിരിക്കാറുണ്ട് അവർക്ക് വേണ്ടി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ സ്വഹാബികളെ മുഴുവൻ വിളിച്ചിട്ട് നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കുക എന്നുള്ള. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരണിയിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ച സന്ദർഭത്തിൽ ഓരോ ആളുകൾ ഈത്തപ്പന തൈകൾ കൊണ്ടുവരാൻ തുടങ്ങി. കാരണം 300 തൈകൾ വേണം. അപ്പൊ വിത്ത് കുഴിച്ചിടുന്നതിന് പകരം തൈകളാകുന്ന സന്ദർഭത്തിൽ ആ വിത്ത് മുളച്ച് അത് തയ്യാകാൻ പോകുന്ന ആ സമയം ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിരവധി ആളുകൾ നിരവധി തൈകളായിട്ട് കൊണ്ടുവന്ന്, ചില ആളുകൾ 2 തൈകൾ, ചില ആളുകൾ 10, ചില ആളുകൾ 50, ചില ആളുകൾ 100. ഇതേ രൂപത്തിൽ നിരവധി മദീനയിലുണ്ടായിരുന്ന മുഴുവൻ, അതായത് അൻസ്വാറുകൾ, മുഹാജിറുകളെല്ലാം അവർക്കുണ്ടായിരുന്ന അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നിരവധി ഈത്തപ്പന തൈകൾ അവിടെ കൊണ്ടുപോയി വെച്ചു. ഒരല്പസമയം കൊണ്ട് ആ 300 തൈകൾ അവിടെ റെഡിയായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
നീ ഈ 300 തൈകൾ കൊണ്ടുപോയിട്ട് നിന്റെ യജമാന്റെ ആ ഒരു പറമ്പിൽ ഒരു 300 കുഴികൾ നീ കുഴിക്കുക, ഇത് കുഴിച്ചിടാൻ വേണ്ടി. ആ 300 കുഴി നീ റെഡിയാക്കുക. കുഴി റെഡിയാകുന്ന സന്ദർഭത്തിൽ നീ ഒരിക്കലും ആ തൈ നടരുത്. കുഴിയെല്ലാം കുഴിച്ചതിന് ശേഷം എന്നെ നീ വിളിക്കുക. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കുഴി കുഴിക്കാൻ പോവാണ്. അദ്ദേഹം ഒറ്റക്കല്ല പോകുന്ന, അവിടെ ഉണ്ടായിരുന്ന ആ സ്വഹാബികൾ മുഴുവൻ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ അദ്ദേഹം പോയി 300 കുഴികൾ അവിടെ കുഴിച്ച്, ആ കുഴികൾ കുഴിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചു എത്ര സഹോദരൻ, എത്ര മനോഹരാണ്. ആ കുഴിയെല്ലാം റെഡി ആയതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവരം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ കൊണ്ട് ആ 300 കുഴികളിലും ആ വൃക്ഷം, അതായത് ഈത്തപ്പന തൈകൾ നടുകയാണ്. എത്ര സമയം വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര സമയം അതിന് ആവശ്യമാണ്. 300 കുഴികളിൽ ഓരോ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു. സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ തൈകൾ കൈമാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെ കുഴിച്ചിട്ടതിന് ശേഷം മണ്ണെല്ലാം ഇട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന ആ താല്പര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അക്കാലഘട്ടത്ത് ഇതേ രൂപത്തിൽ അവർ ഈത്തപ്പന തൈകൾ അവർ നട്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 100 തൈകൾ വെച്ചാൽ അതിലൊരു 50-50 പിടിച്ചാലായി. കാരണം എന്താ വെച്ചാൽ ഇതേ രൂപത്തിൽ കാലാവസ്ഥ മറ്റുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ് ഉദ്ധരണിയിൽ, വല്ലാഹി ആ 300 തൈകളും അവിടെ പിടിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. കാരണം എങ്ങനെയാണ് പിടിക്കാണ്ടിരിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബർക്കത്തായിട്ടുള്ള ആ കരങ്ങളാലാണ് അത് അവിടെ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് പിടിച്ചു എന്ന് മാത്രമല്ല, വളരെ ചെറിയ കാലം കൊണ്ട് അത് മുഴുവൻ പാകമാവുകയും ചെയ്തു എന്നുള്ള. 300 തൈകളും അവിടെ റെഡിയാവുകയാണ്. അപ്പൊ മോചനത്തിനായിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് 40 ഊക്കിയാണ്. 40 ഊക്കിയ സ്വർണ്ണാണ്. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കല് പ്രവാചകന്റെ ഒരു അനുചരൻ, അദ്ദേഹത്തിന് എവിടെ നിന്നോ ഒരു അല്പ സ്വർണം ലഭിച്ച സന്ദർഭത്തിൽ അതിൽ നിന്നും കുറച്ച് സ്വർണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലഭിച്ച ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനൽ ഫാരിസി, എവിടെ സൽമാൻ ഫാരിസി, അദ്ദേഹത്തെ വിളിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയ രൂപത്തിൽ വരാൻ പറ്റില്ല, അദ്ദേഹം തോട്ടത്തിൽ ജോലിയിലായിരിക്കും. അപ്പൊ സ്വഹാബികളെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ തേടിപ്പോവാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രവാചകൻ താങ്കൾ ആവശ്യപ്പെടുന്നുണ്ട്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ പ്രവാചകന്റെ സദസ്സിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സൽമാൻ, താങ്കൾ ഈ ഒരു സ്വർണ്ണ നാണയം താങ്കളുടെ യജമാനെ ഏൽപ്പിക്കുക. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് നോക്കിയ സന്ദർഭത്തിൽ അതൊരിക്കലും തികയില്ല, 40 ഊക്കിയ സ്വർണ്ണ തികയില്ല. അപ്പൊ ഞാനത് പ്രവാചകനോട് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം എടുത്ത്, ഇബ്നു സഅദിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം എടുത്ത് തന്റെ വായിൽ വെച്ചിട്ട്, നാവിൽ വെച്ചിട്ട് അത് അതിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഇതായിട്ട് പോവാ. അത്ഭുതത്തോടു കൂടെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സ്വർണവുമായിട്ട് തന്റെ യജമാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ യജമാനൻ ആ സ്വർണം എടുത്തിട്ട് അദ്ദേഹം തൂക്കി നോക്കിയ സന്ദർഭത്തിൽ അത്ഭുതം, സുബ്ഹാനല്ലാഹ്, കൃത്യം 40 ഊക്കിയാണ് തൂക്കം കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൂടെയാണ്. അപ്പൊ ആ 40 ഊക്കിയ സ്വർണം ലഭിച്ചതോടുകൂടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വതന്ത്രനാവുകയാണ്. അതോടുകൂടെ അദ്ദേഹം സ്വതന്ത്രനായി. പിന്നീട് അദ്ദേഹം, നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ അദ്ദേഹം അടിമയായിരുന്നതുകൊണ്ട് തന്നെ ബദറിലും ഉഹുദിലൊന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ തന്നെ പിന്നീട് നടക്കുന്ന ഖന്തക്ക്, അഹ്സാബ് യുദ്ധം നമുക്കറിയാം. ഓരോ യുദ്ധത്തിൽ ഒരു താരം ഉണ്ടാകും. ഉഹുദിന്റെ താരം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതേ രൂപത്തിൽ ഖന്തക്കിന്റെ അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. പങ്കെടുത്ത ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം നമ്മൾ അറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. അക്കാലഘട്ടത്ത് അറേബ്യ കണ്ട ഏറ്റവും വലിയൊരു സൈന്യം, അക്കാലഘട്ടം വരെ അറേബ്യ കണ്ട ഏറ്റവും വലിയൊരു സൈന്യവുമായിട്ട് മക്കയിൽ നിന്നും മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു സംഘം വരികയാണ്. 10,000 വരുന്ന ആ സംഘം എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ധാരണയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ചെയ്യുക? ആ സന്ദർഭത്തിൽ അനുചരന്മാർക്കിടയിൽ നിന്നും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ പണ്ട് പേർഷ്യയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട്. ഒരു കിടങ്ങ് കുഴിച്ചിട്ട് അവരെ പ്രതിരോധിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ ഉചിതമായിട്ട് തോന്നാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു മനോഹരമായിട്ടുള്ള പാഠം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർദ്ദേശം കേട്ട സന്ദർഭത്തിൽ അത് കാഫിരീങ്ങളുടെ തന്ത്രമാണോ? അതേ രൂപത്തിൽ പ്രവാചകൻ അതിനെ നിരസിക്കുകയല്ല ചെയ്തത്. ഇപ്പൊ ടെക്നോളജി അത് ആര് നിർമ്മിച്ചാലും, അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിലും അത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള മനോഹരമായിട്ടുള്ള പാടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് നൽകുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം സ്വീകരിച്ചിട്ട് അവർ അവിടെ വലിയൊരു കിടങ്ങ് കുഴിക്കാണ്. അതായത് ഒരു കുതിരക്ക്
മുറിച്ചു കടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വലിയ കിടങ്ങ് സ്വഹാബികൾ ഒന്നടങ്കം അവിടെ ഒരു കിടങ്ങ് കുഴിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടങ്ങ് കുഴിക്കേണ്ട സ്ഥലം അവർക്ക് വരച്ചു കൊടുത്തു. അപ്പൊ അവർ ആ കിടങ്ങിന്റെ പണി തുടങ്ങി ഏകദേശം 2-3 ആഴ്ച എടുത്തിട്ടാണ് ആ കിടങ്ങിന്റെ പണി അവർ പൂർത്തിയാക്കുന്നത്. ആ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവര് ഒരു വലിയ കല്ല് കാണാൻ, ആ കല്ല് എത്ര വെട്ടിയിട്ട് ആ കല്ല് മുറിയുന്നില്ല. അപ്പൊ അവര് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. ആ കല്ല് ഇരിക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച ബൗണ്ടറിയിലാണ്. ആ ബൗണ്ടറി മറികടക്കാൻ അവര് ഇഷ്ടപ്പെട്ടില്ല, അവര് ഭയന്നു. കാരണം സുബ്ഹാനല്ലാഹ് അത്രത്തോളം പ്രവാചകൻ അവർ പിൻപറ്റിയിരുന്നു എന്നുള്ള. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ച സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പോയി കാര്യം പറഞ്ഞു. പ്രവാചകൻ ഒരു കല്ല് എത്രയായിട്ടും വെട്ടിയിട്ട് മുറിയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആ മഴു വാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശക്തമായിട്ട് ആഞ്ഞ് ആ കല്ലിലേക്ക് വെട്ടിയ സന്ദർഭത്തിൽ ആ കല്ലിന്റെ ഒരു ഭാഗം മുറിഞ്ഞു, പൂർണ്ണമായിട്ട് മുറിഞ്ഞില്ല, ഒരു ഭാഗം മുറിഞ്ഞു. പക്ഷെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വെട്ടിയ സന്ദർഭത്തിൽ അവിടെ ഒരു വലിയ പ്രകാശം അവർ കണ്ടു. അതായത് ഒരു മിന്നൽ പോലെയുള്ള വലിയൊരു പ്രകാശം അവിടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, അല്ലാഹു അക്ബർ, പേർഷ്യയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പേർഷ്യയിലെ കൊട്ടാരങ്ങൾ എനിക്ക് കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ 3 വെട്ട് വെട്ടി ആ 3 വെട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമന് അതേപോലെ തന്നെ ബനുൽ അഹ്മർ അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് പ്രവചിക്കുന്നുണ്ട്. അത്ഭുതമാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, മക്കയിൽ നിന്നും വരുന്ന ആ സംഘത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അതിന് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ലോകത്തെ അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ ശക്തിയായി അറിയപ്പെട്ടിരുന്ന പേർഷ്യ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മനാടായിട്ടുള്ള ആ പേർഷ്യ ഇസ്ലാം കീഴടക്കുമെന്നുള്ള അസാധ്യമായിട്ടുള്ള ആ പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് നടത്തുകയാണ്. പക്ഷേ ആ പ്രവചനം നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 10 വർഷം കൊണ്ട് ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുന്നതാണ് നമ്മൾ കാണുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് പേർഷ്യ വരികയും ചെയ്തു. അതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും പേർഷ്യ ഇസ്ലാം കീഴടക്കിയതിനെല്ലാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സാക്ഷിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരാ കിടങ്ങെല്ലാം കുഴിച്ച്, ആ കിടങ്ങ് കുഴിച്ചതിന് ശേഷം കിടങ്ങെല്ലാം റെഡിയായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധത്തിലും ചെയ്യുന്നത് പോലെ തന്നെ അവരെ 2 വിഭാഗമായിട്ട് തിരിച്ചു. അൻസാറുകളുടെ ഒരു വിഭാഗം, അതേപോലെ തന്നെ മുഹാജിറുകളുടെ മറ്റൊരു വിഭാഗം, രണ്ടായിട്ട് അവരെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. 2 ഗ്രൂപ്പുകളാക്കി തിരിച്ച സന്ദർഭത്തിൽ ഒരു കൺഫ്യൂഷൻ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ എവിടെയാണ് നിർത്തുക? അദ്ദേഹം മുഹാജിറും അല്ല, അദ്ദേഹം അൻസാറും അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഹാജിറുകൾ വിളിച്ചു പറഞ്ഞു, സൽമാൻ മിന്ന, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, ഞങ്ങളുടെ കൂട്ടത്തിലാണ് സൽമാൻ നിൽക്കേണ്ടത്. അൻസാറുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, സൽമാൻ മിന്ന, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. 2 ആളും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വാദിക്കാണ്. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു തർക്കം. അപ്പൊ അവരിങ്ങനെ പരസ്പരം വാദിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ ശബ്ദം കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് അവർക്കിടയിലുള്ള തർക്കത്തിന്റെ കാര്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാനുൽ ഫാരിസി അദ്ദേഹം മുഹാജിറും അല്ല, അദ്ദേഹം അൻസാറും അല്ല, മറിച്ച് സൽമാൻ മിന്ന അഹ്ലൽ ബൈത്ത്. സുബ്ഹാനല്ലാഹ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അഹ്ലു ബൈത്തിൽ, നബി കുടുംബത്തിൽപ്പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയൊരു പ്രൊമോഷനാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഈ സന്ദർഭത്തിൽ ലഭിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ അത്രയേറെ ആ ത്യാഗം സഹിച്ചതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം തിരിച്ചു നൽകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധുവല്ലാത്ത, അതല്ലെങ്കിൽ ഖുറൈശി അല്ലാത്ത, അല്ലെങ്കിൽ ഒരു അറബി പോലും അല്ലാത്ത പ്രവാചകന്റെ ഒരേ ഒരു കുടുംബാംഗം, ഒരേ ഒരു അഹ്ലു ബൈത്തായിട്ട് കടന്നു വരുന്ന ഏക സ്വഹാബി അത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരു ടാൻജന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പൊ ഷിയാക്കളായിട്ടുള്ള ആളുകൾ അവർ അഹ്ലു ബൈത്തിന്റെ പുറകെ പോകുന്നെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവര് ചുരുക്കം ചില സ്വഹാബികൾ അവരെ അങ്ങേയറ്റം ആദരിക്കാറുണ്ട്. എണ്ണപ്പെട്ട ചില സ്വഹാബി, അമ്മാർ ബിൻ യാസിർ, അതേപോലെ തന്നെ അബൂദറുൽ ഖിഫാരി, അതിനിടയിൽ അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഇസ്മായിലി ഷിയാക്കൾ ഈജിപ്ത് അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത്, ഈജിപ്ത് ഫാത്തിമി ഷിയാക്കളുടെ കയ്യിലായിരുന്നു. അക്കാലഘട്ടത്ത് അവരുടെ ഒരു ഭരണാധികാരിയായിരുന്ന ഹാക്കിം ബിൻ അംറില്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്മായിലി ഷിയാക്കളിൽ നിന്നും വിഘടിച്ചു പോയിട്ടുള്ളൊരു വിഭാഗം, ഇന്നും ലോകത്ത് ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം, ദുറൂസികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. പല ആളുകളും കേട്ടിരിക്കും. ദുറൂസികൾ അതുവരെ ലബനോൻ, അതേപോലെ തന്നെ സിറിയയിലും അതേപോലെ തന്നെ ഇസ്രായേലിലെല്ലാം ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ ലോകത്ത് ഒരു മുസ്ലിങ്ങളും അവരെ മുസ്ലിമായിട്ട് ഗണിക്കാറില്ല. കാരണം അങ്ങേയറ്റം വികലവാദങ്ങളാണ് അവർ പറയാറുള്ളത്.
ഇപ്പൊ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെല്ലാം IDF ഇസ്രായേലിൽ കേവലം 2% മാത്രമാണ് അവരുള്ളത്, ദുറൂസികളുള്ളത്. പക്ഷേ ഇസ്രായേൽ സേനയിൽ 10% ദുറൂസികളാണ്. അവര് അതായത് ഇപ്പോ വളരെ വികലമായിട്ടുള്ള ഭാഷ, നിരവധി കാര്യങ്ങൾ, അറബി ഭാഷയാണ് അവർ സംസാരിക്കാറുള്ളത്. മാത്രമല്ല മുവഹിദൂൻ എന്നാണ് അവർ സ്വയം അവരെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ മുസ്ലിങ്ങളാരും അവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആ പഞ്ചസ്തംഭങ്ങൾ അതിലൊന്നും അവർ അംഗീകരിക്കുന്നില്ല. നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തൊന്നും അവർക്കില്ല. ഏക മുസ്ലിങ്ങളായിട്ട് അവർ ചേർന്ന് പങ്കിടുന്ന ഏക ഒരു ആഘോഷം മാത്രമാണ്, അതായത് ബലിപെരുന്നാൾ മാത്രം അവർ നമ്മോടൊപ്പം ആഘോഷിക്കാറുണ്ട് എന്നുള്ള. പക്ഷേ മുവഹിദൂൻ എന്നാണ് പേര്. അവര് അറബിയൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ മുസ്ലിങ്ങളല്ല. അവർ പഞ്ചവർണ്ണത്തിലുള്ള ഒരു കൊടിയുമായിട്ട് നിങ്ങൾ പല ആളുകൾ കണ്ടിരിക്കും. അപ്പൊ അവര് വളരെ വികലായിട്ട് ഇപ്പോ ദൈവത്തിന്റെ അവതാരവാദത്തിലെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. നഊദുബില്ല, ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുമെന്നെല്ലാമാണ് അവരുടെ വിശ്വാസം, ദുറൂജികളുടെ വിശ്വാസം. അതിലവര് ഒരു അവതാരമായിട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള. അപ്പൊ അത്രയേറെ ആ രൂപത്തിലുള്ള ഒരു വികലായിട്ടുള്ള ഒരു വിഭാഗം, വളരെ ന്യൂനപക്ഷമായിട്ട് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ദുറൂസികൾ. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൽമാൻ മിന്ന അഹ്ലുൽ ബൈത്ത്. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാം പിൻകാലത്ത് അങ്ങേയറ്റം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചിരുന്നു. അദ്ദേഹം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ലുഖ്മാനുൽ ഹക്കീം എന്നായിരുന്നു അദ്ദേഹം വിളിച്ചത്. ലുഖ്മാൻ നമുക്കറിയാം, ഹക്കീം, ജ്ഞാനിയായിട്ടുള്ള ലുഖ്മാൻ. ആ പേരിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാം പിൻകാലത്ത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തത്. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ അങ്ങേയറ്റം വിവരമുള്ള വ്യക്തിയാണ് സൽമാൻ ഫാരിസി. അദ്ദേഹത്തിന് 2 ജ്ഞാനമുണ്ട്, ഐഹിക ജ്ഞാനമുണ്ട്, അതേപോലെ തന്നെ പാരത്രിക ജ്ഞാനവും അദ്ദേഹത്തിന് ധാരാളമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യ ഗ്രന്ഥവും അവസാന ഗ്രന്ഥവും ആഴത്തിൽ അദ്ദേഹത്തിന് അറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വേദക്കാരുടെ ഗ്രന്ഥമെല്ലാം ആഴത്തിൽ പഠിച്ച വ്യക്തി കൂടെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സ്വഹാബികളെല്ലാം ആദരിച്ച വ്യക്തിയായി സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മാറണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ, ഉലമാക്കളുടെ അമീറ, ഉലമാക്കളുടെ നേതാവായിട്ട് മരണാനന്തര ജീവിതത്തിൽ വരുമെന്നെല്ലാം പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ചില സ്വഹാബികൾക്കിടയിലേക്ക് നിങ്ങൾ പോയി പഠിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. വളരെ ചുരുക്കം ചില സ്വഹാബികൾ, 4 സ്വഹാബികൾ, അതിൽ ഒരാൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പ്രത്യേകമായിട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കുക, കാരണം അദ്ദേഹത്തിന് അത്രയേറെ വിജ്ഞാനം ഉണ്ടായിരുന്നെന്നെല്ലാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം മതത്തിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള സംഭവം. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ആഴത്തിലുള്ള ജ്ഞാനം എല്ലാം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സംഭവമാണ്. പല സന്ദർഭത്തിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സ്വഹിയായിട്ടുള്ള സംഭവം. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പോവാണ്. ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ മുഹാജിറുകളെയും അൻസാറുകളെല്ലാം അവർ പരസ്പരം സഹോദരങ്ങളായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. മുആഖയ, അതായത് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച വ്യക്തിയായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പോയ സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുദർദ, അവര് വളരെ മോശം വസ്ത്രം, അതായത് വളരെ വൃത്തിയൊന്നുമില്ല, വേണ്ടത്ര രൂപത്തിൽ നല്ലൊരു വസ്ത്രം ധരിക്കാതെ അവർ കാണപ്പെടുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, ഈ സംഭവം നടക്കുന്നത് ഹിജാബിന്റെ ആയത്ത് അല്ലെങ്കിൽ ഹിജാബിന്റെ ആയത്തെല്ലാം വരുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട്, അതായത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഈ രൂപത്തിലല്ല നിങ്ങൾ നടക്കുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, നിന്റെ സഹോദരൻ, അതായത് നിന്റെ സുഹൃത്ത് അബൂദർദാഇന് ഭൗതികമായിട്ടുള്ള കാര്യത്തിലൊന്നും യാതൊരു താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്? അപ്പൊ എന്താണ് ഭാര്യ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. കാരണം എന്താന്ന് വെച്ചാൽ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരാധനാ കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റം അതിര് കടന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അന്നത്തെ ദിവസം അവിടെ താമസിച്ചു. ആ സന്ദർഭത്തിൽ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം നോമ്പുകാരനാണ്, ദിവസം നോമ്പ് വെക്കാണ്. അപ്പൊ ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിർബന്ധിച്ച് നോമ്പ് മുറിപ്പിച്ചു. അതിനുശേഷം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു രാത്രി അവർ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് പോവാണ്. അദ്ദേഹം പോയി ഉറങ്ങുന്നൊന്നുമില്ല. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിർബന്ധിച്ച് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു അല്പസമയം എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള അനുമതി നൽകി എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലെല്ലാം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചു. അവസാനം പിറ്റേ ദിവസം രാവിലെ അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു.
സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചു, അതേപോലെ തന്നെ എന്റെ രാത്രി എന്നോട് കിടന്നുറങ്ങാൻ കൽപ്പിച്ചു. ഇതെല്ലാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖ സൽമാൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാൻ പറഞ്ഞതാണ് സത്യം. കാരണം ഇന്നലി റബ്ബിക അലൈക ഹഖ് വ ഇന്നലി നഫ്സിക അലൈക ഹഖ് വ ഇന്നലി അഹ്ലിക അലൈക ഹഖ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ കുടുംബത്തോടെല്ലാം നിരവധി ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഒരു ബാധ്യത അവിടെ ഒരു ബാലൻസ് തെറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലും പല ആളുകൾക്കും ഇതേ സംഭവം, അതായത് ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയിട്ട് ആ ബാലൻസ് തെറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ രാത്രി നമസ്കാരത്തിലേക്ക് പോയിട്ട് ഒരിക്കലും ഭാര്യയോടുള്ള അവകാശം നിങ്ങൾക്ക് നിഷേധിക്കാനുള്ള അർഹതയില്ല. അതാണ് മനോഹരമായിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നമുക്കറിയാം, സ്വഹീഹ് ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ രാത്രി നമസ്കരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുമതി ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എത്ര മനോഹരമായിട്ടുള്ള അധ്യാപനങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ശരിവെക്കുകയാണ്. അതായത് എന്തിനാണ് മതം, എന്തിനാണ് ആരാധന എന്നെല്ലാം, ആരാധനയുടെ ഉദ്ദേശമെല്ലാം വളരെ ആഴത്തിൽ, മറ്റുള്ള സ്വഹാബികളെക്കാൾ ആഴത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. അതായത് മക്ക കാലഘട്ടം മുതൽ പ്രവാചകനെ പിന്തുടരുന്ന പല സ്വഹാബികൾക്കും മനസ്സിലാക്കാത്തത് വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് വളരെ ആഴത്തിൽ മതത്തിലുള്ള ജ്ഞാനം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അത്രയേറെ വിജ്ഞാനത്തിൽ അത്രയേറെ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, പ്രവാചകന്റെ കാലശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്ത് ഇസ്ലാം പേർഷ്യയിലേക്ക് നടത്തിയ സൈനിക മുന്നേറ്റത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവസാനം പേർഷ്യക്കാരുമായിട്ട് സംസാരിക്കാൻ മുസ്ലിം പക്ഷത്ത് നിന്ന് അംബാസിഡറായിട്ട് പറഞ്ഞയച്ചതെല്ലാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം അദ്ദേഹത്തിന് അവരുടെ ഭാഷ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവരുമായിട്ട് നടത്തുന്ന മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം സ്വഹിയായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. സൽമാൻ ഫാരിസി അവർക്കിടയിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇന്നമാ കുൻതു റജുലൻ മിൻകും, ഞാൻ നിങ്ങൾക്കിടയിലുള്ള ഒരു മനുഷ്യനായിരുന്നു. ഫഹദാനി ലില്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് എനിക്ക് ഇസ്ലാം തന്ന് അനുഗ്രഹിച്ചു. എന്റെ എല്ലാ പ്രതാപവും പിന്നീട് ഇസ്ലാമിലൂടെ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതാപം വേണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരെ. അദ്ദേഹം അവരെ ക്ഷണിക്കുന്നതായിട്ടെല്ലാം മനോഹരമായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അവസാനം ഇസ്ലാം പേർഷ്യ കീഴടങ്ങിയ സന്ദർഭത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന മദാഇൻ, ടെസിഫോൺ എന്നറിയപ്പെടുന്ന പ്രദേശം, അവിടുത്തെ ഗവർണറായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയമിച്ചത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ നാടാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഗവർണറായിട്ട് അവിടെ നിയമിക്കുകയാണ്. അദ്ദേഹം നിരസിച്ചു, പക്ഷേ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ ഗവർണറായിട്ട് നിയമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ 70 വയസ്സിലോളം പ്രായം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനുണ്ട്. ആ ഗവർണർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ ലളിത ജീവിതം, അദ്ദേഹം ഒരു ദരിദ്രനെ പോലെയായിരുന്നു ജീവിച്ചത്. മനോഹരമായിട്ട് ചില ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം ആ സാധാരണ വസ്ത്രമെല്ലാം ധരിച്ച് അങ്ങാടിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഷ്യാമിൽ നിന്നുള്ള ഒരു വ്യാപാരി വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ ഭാണ്ഡുണ്ട്. അദ്ദേഹത്തിന് സ്വയം അത് ചുമക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം ചുറ്റും നോക്കിയ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കാണാൻ ഒരു ദരിദ്രന്റെ വേഷം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ ഇദ്ദേഹം, അതായത് ഈ വ്യാപാരി തിരിച്ചറിയുന്നില്ല ഈ നാടിന്റെ ഗവർണറാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഭാണ്ഡം ചുമക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കോ? അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിസ്സാരമായിട്ട് അയാൾക്ക് വേണ്ടി ആ ഭാണ്ഡം ചുമന്ന് അയാളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അയാളുടെ കൂടെ അങ്ങനെ അവർ നടന്ന് ഒരല്പം ദൂരെ എത്തിയ സന്ദർഭത്തിൽ ആ വഴിയിൽ വെച്ച് മറ്റൊരു സംഘം ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ അവർ അത്ഭുതപ്പെട്ടു. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീർ. ഓ അമീർ നിങ്ങൾക്ക് അമീറിനോട് സലാം പറഞ്ഞിട്ട് അവർ ഓരോ ആളുകൾ ആ ഭാണ്ഡം വാങ്ങാൻ വേണ്ടി മത്സരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പോകുന്ന ആ വ്യാപാരി അദ്ദേഹം കണ്ട് അത്ഭുതപ്പെടാൻ. അദ്ദേഹം അവരിലുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചു, ആരാണ് ഇയാൾ, നിങ്ങളെന്താണ് അയാൾ അമീർ എന്നൊക്കെ വിളിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, ഇത് ഈ നാട്ടിലെ ഗവർണറാണ്. സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിന്റെ ഭരണാധികാരിയാണ് നിങ്ങളുടെ ഈ ഭാണ്ഡം ചുമന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ വരുന്നത്. അപ്പൊ അയാൾക്ക് വല്ലാത്ത ലജ്ജ തോന്നുകയാണ്. അദ്ദേഹം മാപ്പ് ചോദിച്ച് ആ ഭാണ്ഡം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അത് തിരിച്ചു നൽകാൻ കൂട്ടാക്കില്ല. അദ്ദേഹം പറഞ്ഞു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ വീട് വരെ ചുമക്കുമെന്ന് ഞാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട് വരെ വരുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഇത് ഭരണാധികാരി, ഇസ്ലാമിക ചരിത്രത്തിലുള്ള ചില ഭരണാധികാരികളാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച സന്ദർഭത്തിൽ വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എവിടെ നിങ്ങളുടെ ഭൃത്യനെ ഏൽപ്പിച്ചുകൂടിയതല്ല? ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന് ഓൾറെഡി ഞാനൊരു ജോലി നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ജോലിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ വീടുണ്ടായിരിക്കുന്ന, അതായത് ഗവർണറായി ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്വയം ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഒരു മരത്തണലിലായിരുന്നു അദ്ദേഹം അന്തി ഉറങ്ങിയത്. അതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അവസാനം ആ നാട്ടുകാരുടെ നിർബന്ധം കാരണം അദ്ദേഹം ഒരു വീട് വെക്കാൻ സമ്മതിക്കാൻ, അവർ നിർബന്ധിച്ച സന്ദർഭത്തിൽ ഒരു വീട് വെക്കാനുള്ള അനുമതി അദ്ദേഹം നൽകി എന്നുള്ള. അപ്പൊ വീട് നിർമ്മിക്കാൻ വന്ന ആളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയുള്ള വീടാണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്? അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭൗതിക വിരക്തി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ജീവിത ലാളിത്യല്ല അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോ വീട് വെക്കാൻ വന്ന ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഓ അമീർ, നിങ്ങൾ ഭയപ്പെടേണ്ട, വെയിലത്ത് തണൽ നൽകുന്ന, അല്ലെങ്കിൽ തണുപ്പത്ത് നിങ്ങൾക്കൊരു രക്ഷ തേടാൻ ഉതകുന്ന രൂപത്തിൽ ഒരു ചെറിയ വീടാണ് നിർമ്മിക്കാൻ പോകുന്നത്. നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ തല അതിൽ മുട്ടും, നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ കാലുകൾ ആ മതിലിൽ തട്ടുന്ന രൂപത്തിൽ അത്തരത്തിലൊരു വിസ്തൃതിയിൽ ഒരു ചെറിയ വീടാണ് ഞാൻ നിർമ്മിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വീട് നിർമ്മിക്കാനുള്ള അനുമതി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും ലളിതമായിട്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ ജീവിക്കുന്നത്. അവസാനം നമുക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്താണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്നത്. സമ്പാദ്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ അദ്ദേഹത്തിന്റെ കയ്യിൽ രഹസ്യമാക്കി വെച്ചൊരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി എന്താണെന്ന് ഞാൻ പിന്നീട് പറയും. അതായത് മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള സംഭവം. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അബൂ അബ്ദില്ല, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം സംതൃപ്തനായിരുന്നല്ലോ. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ മരണത്തെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ദുനിയാവിനോട് വിട പറയാനുള്ള അതിന്റെ ഭയം കൊണ്ടൊന്നല്ല ഞാൻ കരയുന്നത്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചൊരു കാര്യം, നമ്മോടൊരു കൽപ്പന നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, അത് വേണ്ട പോലെ പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് കൂടി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പന? അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ നിങ്ങൾ ജീവിക്കുക. ആ രൂപത്തിലൊരു കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കൽപ്പനയോട് നീതി പുലർത്തിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചില്ല. അതാണ് അദ്ദേഹത്തിന്റെ സങ്കടം. ഞാൻ ഒരു സഞ്ചാരിയേക്കാൾ കൂടുതൽ ഈ ലോകത്ത് ഞാൻ സമ്പാദിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. ആരാണ് ഈ പറയുന്നത്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ ഉദ്ധരണിയിൽ പറയാണ്, അദ്ദേഹം അത് പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ റൂമിലേക്കൊന്ന് മൊത്തം നോക്കി. ആ റൂമിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ച സന്ദർഭത്തിൽ ആ റൂമിൽ ആകെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഭക്ഷണപാത്രം, അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു ചെറിയ പാത്രം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ആ സമ്പാദ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ലോകം മുഴുവൻ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അവസാനം മരണത്തോട് അടുത്ത സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കാലമായിട്ട് സൂക്ഷിക്കുന്ന ആ പൊതി എടുത്തുകൊണ്ടുവരാൻ വേണ്ടി തന്റെ ഭൃത്യനോട് കൽപ്പിക്കാൻ. ഭൃത്യൻ പോയിട്ട് ആ പൊതി കൊണ്ടുവന്ന്, ഒരുപാട് കാലമായിട്ട് അദ്ദേഹം സൂക്ഷിച്ച പൊതിയാണ്. അത് തുറന്നു നോക്കിയ സന്ദർഭത്തിൽ അതിൽ അങ്ങേയറ്റം സുഗന്ധമുള്ള ഒരു കസ്തൂരിയാണ്. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ കസ്തൂരി അത് വെള്ളത്തിൽ കലക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കലക്കിയതിന് ശേഷം തന്റെ ആ കട്ടിലിന് ചുറ്റും അത് തളിക്കാൻ വേണ്ടി ഭൃത്യനോട് ആവശ്യപ്പെടുകയാണ്. ഭൃത്യൻ അതേ രൂപത്തിൽ ചെയ്ത ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നെനിക്ക് ചില ഗസ്റ്റ് വരാനുണ്ട്, ചില വിരുന്നുകാർ എനിക്ക് വരാനുണ്ട്. ആ വരുന്ന വിരുന്നുകാർ അവര് ഭക്ഷണം കഴിക്കില്ല, പക്ഷെ അവർക്ക് സുഗന്ധം വലിയ ഇഷ്ടമാണ്. ആ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സുഗന്ധം എല്ലാം പൂശുന്നത്. ആരാണ് ഇവിടെ അതിഥികൾ എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്? നമുക്കറിയാം, ഈ ലോകത്ത് വെച്ച് നമ്മൾ അവസാനമായിട്ട് കാണുന്ന കാഴ്ച മാലാഖമാരെയാണ്. മരണത്തിന്റെ മാലാഖയെ സംബന്ധിച്ചാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നത്. നമുക്കറിയാം, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഗന്ധം വലിയ ഇഷ്ടം, അവർക്ക് ഗന്ധം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കുക. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളുള്ളി തിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകരുതെന്നെല്ലാം പ്രത്യേകമായിട്ട് വിലക്കാനുള്ള കാരണം മാലാഖമാർക്ക് അവർക്ക് ഗന്ധം അറിയാനുള്ള കഴിവുണ്ട് എന്നുള്ള. അപ്പൊ ആ മാലാഖമാർ, അതായത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അവസാനമായിട്ട് സന്ദർശിക്കുന്ന ആ മാലാഖമാരായിരിക്കുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഗന്ധം പൂശിയത്.
അപ്പൊ ഭൃത്യൻ അതേ രൂപത്തിൽ ചെയ്തു. ഒരല്പസമയത്തിന് ശേഷം ഭൃത്യൻ ആ റൂമിലേക്ക് പോയ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ പ്രവാചകന്റെ അനുചരനോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അവസാനമായിട്ട് ഈ ഒരു പ്രഭാഷണത്തിന്റെ അവസാനമായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഉദ്ധരണി കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഉദ്ധരണി നമ്മൾ ഇബ്നു സഅദിന്റെ തബഖാത്ത്, നമുക്കറിയാം തബഖാത്ത് ആദ്യ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട, അതായത് ഓരോ സ്വഹാബികളുടെയും പ്രവാചകന്റെ എല്ലാം ജീവചരിത്രത്തിന് വേണ്ടി, അതായത് ബയോഗ്രഫിക്ക് വേണ്ടി നീക്കി വെക്കപ്പെട്ട മനോഹരമായിട്ടുള്ള രചനയാണ്. 8ഓളം വോള്യങ്ങളുള്ള തബഖാത്തിൽ ആദ്യത്തെ രണ്ട് വോള്യങ്ങൾ പ്രവാചകന്റെ ജീവചരിത്രമാണ്. പിന്നീട് കടന്നു വരുന്ന 3ഉം 4ഉം വോള്യങ്ങളിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവചരിത്രം. അതിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഇബ്നു സഅദ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരാളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നമുക്കറിയാം മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ജൂത റാബായിയാണ് ആദ്യകാലത്ത്, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതിൽ വലിയ അത്ഭുതമില്ല, കാരണം രണ്ടാളും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവര് അങ്ങേയറ്റം സുഹൃത്തുക്കളായിരുന്നു. അവർ പരസ്പരം തമ്മിൽ വെച്ചൊരു കണ്ടീഷൻ, അവർ പരസ്പരം തമ്മിൽ സംസാരിച്ച സന്ദർഭത്തിൽ ഒരിക്കല് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ വരണം, സ്വപ്നത്തിൽ വന്നിട്ട് പരസ്പരം നമ്മൾ സംസാരിക്കും. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ അത് നമുക്ക് സാധിക്കോ? മരണപ്പെട്ടതിന് ശേഷം ഇതേ രൂപത്തിൽ സ്വപ്നത്തിലേക്ക് കടന്നു വരാൻ സാധിക്കോ? അപ്പൊ ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും സാധിക്കും. കാരണം നല്ല ആളുകളുടെ റൂഹ് അവർക്ക് ഇതേ രൂപത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നെല്ലാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്. ഈ ഹദീസിന്റെ ആഴങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ഈ ഒരു ഉദ്ധരണി മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് അവർക്കിടയിൽ ആദ്യം മരണപ്പെട്ടത്. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പേ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അങ്ങനെ ഒരിക്കല് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറങ്ങുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വപ്നത്തിൽ വന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഓ സൽമാൻ, താങ്കൾക്ക് മരണപ്പെട്ടതിന് ശേഷം താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമായിട്ട് ഏതാണ് താങ്കൾ കണ്ടത്? അതായത് ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ച കർമ്മം ഏതാണ്? സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച കർമ്മം തവക്കുലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ തവക്കുലാണ്. അതിനേക്കാൾ എനിക്ക് പ്രതിഫലം ലഭിച്ച മറ്റൊരു കർമ്മമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നീയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, ജീവിതത്തിലുടനീളം അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കുക എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിലൂടെ ഉപദേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ മുഴുനീള ജീവിതം ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ളത് തവക്കുലായിരുന്നു. ആ തവക്കുലല്ലാതെ എന്താണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം? അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമായിട്ട് മാറിയതും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിലുള്ള സച്ചരിതരായിട്ടുള്ള പ്രവാചകന്റെ അനുചരന്മാരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.